ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തി വറുത്ത ചമ്മന്തി. ഇതാ ഇന്നത്തെ അതിൻ്റെ ഹൈലൈറ്റ്. കാരണം ഈ ചമ്മന്തിയും ചപ്പാത്തിയും കൂടെ നമ്മുടെ വീട്ടിലെ ഒരു ഭയങ്കര കോമ്പിനേഷനാണ് കേട്ടോ. പിന്നെ ചായ. അപ്പോൾ ഈ ചമ്മന്തി ചോറിന് അപ്പത്തിന് ഒക്കെ കഴിക്കാനായിട്ട് ഭയങ്കര ബെസ്റ്റാണ്. കുറച്ച് ദിവസം ഇരുന്നോളുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അത് ഇതുപോലെ ഞാൻ കുറച്ച് തേങ്ങയൊക്കെ തിരുമ്മി എടുത്തു വെച്ചിട്ടുണ്ട്. ചപ്പാത്തിയും ചമ്മന്തിയും ഞങ്ങളുടെ വീട്ടിലെ ഒരു വലിയ കോമ്പിനേഷനാണ്. ഈ ചമ്മന്തി ഉണ്ടല്ലോ, ഇത് അപ്പത്തിനും നമ്മൾ കഴിക്കും, നല്ല ടേസ്റ്റാണ്, ചോറിനും കഴിക്കും. അപ്പോൾ ഈ ചമ്മന്തി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും ചമ്മന്തി ഉണ്ടാക്കാൻ അറിയാം, എന്നാലും ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ചമ്മന്തി അരയ്ക്കാനുള്ള ഐറ്റംസ് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. തേങ്ങ, പുളി, ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, മുളക്, ഉപ്പ്. ഇത്രയാണ് നമ്മുടെ ഈ സ്പെഷ്യൽ ചമ്മന്തിക്കായിട്ട് എടുക്കുന്നത്. ഇപ്പം മുളക് ചുടുകയോ ഒന്നും വേണ്ട കേട്ടോ ഇതിന്. എന്നിട്ട് നമുക്കിനി ചമ്മന്തി അരച്ചെടുക്കാം. മുളക് ഇതുപോലെ രണ്ടായിട്ടൊന്ന് മുറിച്ചിടണം. എന്നിട്ട് ഉപ്പ്, ഇനി പുളി അധികം അങ്ങ് വേണ്ട കേട്ടോ. പിന്നെ സവാളയല്ല, ചെറിയ ഉള്ളിയോ സവാളയോ ഉള്ളി. അപ്പോൾ ഇത് അരഞ്ഞിട്ടുണ്ട്. കല്ലിലാണെങ്കിലും കുറച്ച് കൂടുതൽ നന്നായിട്ട് അരയും കേട്ടോ. എനിക്ക് ചമ്മന്തി കല്ലിൽ അരയ്ക്കാനാണ് ഇഷ്ടം. പിന്നെ ഇതിലേക്ക് തേങ്ങ കൂടെ ചേർത്ത് ഒരുപാട് അരഞ്ഞു പോവാതെ ഒന്ന് കറക്കിയെടുക്കാം. ഒരു ഇത് മതി, ഒരു സെക്കൻഡ് ഒന്ന്. ഇത് മതി, ഇത്രയും ആകാവുള്ളൂ. അപ്പോൾ അരഞ്ഞു പോയ ചമ്മന്തിയുടെ ആ ഫോം അങ്ങ് നഷ്ടപ്പെടും. അപ്പോൾ ഇതേപോലെ നമ്മളിത് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചമ്മന്തി ചപ്പാത്തിക്കൊക്കെ കഴിക്കുന്ന പോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇനി ഒരു പാൻ അടുപ്പ് വെച്ചിട്ട് എണ്ണ ഒഴിക്കാം. ഞാനാണെങ്കിൽ ആ നല്ല ടേസ്റ്റ്, ഞങ്ങളുടെ വീട്ടിലെ അതേ ടേസ്റ്റ് കിട്ടാൻ വേണ്ടി വെളിച്ചെണ്ണയാണ് ഒഴിച്ചേക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചാൽ നമുക്ക് കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിലേക്ക് കടുകിടാം. കടുകിട്ടൊന്ന് പൊട്ടിക്കാം. ഇനി ഇതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയിട്ട് ഇതിലേക്ക് ഉള്ളിയും കൂടി ചേർത്ത് വറുത്തെടുക്കാം. ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വറക്കണം കേട്ടോ. കടുക് വറുക്കുന്ന അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇനി നമ്മൾ അരച്ച് വെച്ച ചമ്മന്തി ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഒത്തിരി മെറൂൺ കളർ ആവുന്നവരെയൊന്നും വേണ്ട, ഒന്ന് വെള്ളം പറ്റുന്നവരെ ഫ്രൈ ചെയ്താൽ മതി. അപ്പോൾ ഇത്രയും മതി, ഇതതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതൊരു ഉണങ്ങിയ പാത്രത്തിൽ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ചയൊക്കെ കേടുകൂടാതെ തന്നെ ഇരുന്നോളും കേട്ടോ. അതുപോലെ ചോറിന് കൊണ്ടുപോകാനായാലും നല്ലതാണ്. നല്ല ടേസ്റ്റുള്ള ഒരു ചമ്മന്തിയായത്. ചായയൊക്കെ റെഡിയാക്കി എടുത്തു. ഇനി ചപ്പാത്തിയും ചമ്മന്തിയും കൂടി കഴിക്കാം. ചപ്പാത്തി എടുത്തു. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തി വറുത്ത ചമ്മന്തി. ഇതാ ഇന്നത്തെ അതിൻ്റെ ഹൈലൈറ്റ്. കാരണം ഈ ചമ്മന്തിയും ചപ്പാത്തിയും കൂടെ നമ്മുടെ വീട്ടിലെ ഒരു ഭയങ്കര കോമ്പിനേഷനാണ് കേട്ടോ. പിന്നെ ചായ. അപ്പോൾ ഈ ചമ്മന്തി ചോറിന് അപ്പത്തിന് ഒക്കെ കഴിക്കാനായിട്ട്